എവിടെയാടാ? അവിടെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് മീനാ കണ്ടത്? പിലോപ്പി. പിലോപ്പിയാ? പിലോപ്പി ഉണ്ടോ? അല്ലടാ, ഞാൻ വെറുതെ 2 മീൻ പിടിക്കാൻ വന്നതാണ്. അപ്പൊ എവിടെ കണ്ടിട്ടുണ്ടോ നീ? അത് തന്നെ. വാങ്ങി എവിടെയുള്ള? ഇവിടെ അല്ലേള? ഇവിടെ അങ്ങോട്ട് ചാടിപ്പോയിട്ടുണ്ട്. ഞങ്ങളെ മഴയൊക്കെ പെയ്തപ്പോൾ പതുക്കെ മീൻ പിടിക്കാൻ ഇറങ്ങി സ്ഥലം നോക്കി നടന്നതാണ്. അപ്പോൾ അതേ വഴിയിൽ രണ്ടവന്മാരിതേ ഇവിടെ മീനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് കയറ്റിയിടാ. കൂടെ വേറെ കുറച്ച് സുഹൃത്തുക്കളെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ നോക്കിയ സീനാണ് ഇവന്മാർ. ഇത് എങ്ങടാ പോണ ചൂണ്ടയൊക്കെ ആയിട്ട്? ആണാ? അപ്പൊ മിക്കവാറും നീ കണ്ടത് തന്നെ. പേരെന്താ നിന്റെ? ചൂണ്ടയായിട്ട് ഇറങ്ങിയതാണാ? ആണാ? നിന്റെ പേരാ? അഭിഷേക്. നിന്റെ പേരാ? ജിൻഡോ. എടാ, അത് പറഞ്ഞപ്പോ ഒരു വലിയ മീൻ ഓടി. ദോഷാ, ഒരു സൈസ് മീൻ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടാ. എന്നാ അടിച്ചോ. മീൻ പൊങ്ങി നിൽക്കണമെങ്കിൽ അടിച്ചെടുക്ക്. നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് പിന്നെ എന്തു മീനടാ അവിടെ മറിയണത്? അത് വരാലാണോ പറഞ്ഞത്? നീയൊക്കെ ഇവിടുത്തെ എല്ലാ മീനുകളും സ്കെച്ച് ചെയ്തിട്ടേക്കണേടാ. ഇവന്മാരാണ് ഇവിടുത്തെ ഇടാൻ വരാറുണ്ടാ? കിട്ടാറുണ്ടാ? കിട്ടിയിട്ടുണ്ടാ? എന്ത് മീനൊക്കെ പിടിക്കാറുണ്ട്? വലിയ വിലോപ്പിയോ? നീ അടിക്കണമെങ്കിൽ അടിക്കാം. അത് മീനാണ് എന്തായാലും. റോഷൻ പറയണത് അവൻ അത്രയും ദൂരമുള്ള മീനുകളൊക്കെ പുല്ലുപോലെ അടിച്ചിടുന്നാണ് പറയണത്. അടിച്ചിട്ട് തന്നെ ആ വീഡിയോ ഇടും ഞാൻ. അത് പോയി കണ്ടില്ല ഞാൻ. പറ്റരി വന്നാ ജയിക്കണ്ട അരികെ നിൽക്കേ. ആ അത് തന്നെ. ഏടാ പറ്റരിക്ക് നിക്കട. കണ്ടില്ലേ നീ? അത് കൊള്ളാം. ഓടിച്ച് മീനെ ഓടിച്ച്. ആ കൊണ്ട്. കറക്റ്റായിരുന്നു. ഇനി ഞാൻ ലോഡി അടിച്ചോട്ടെ. മീനെ കണ്ടില്ലേ? കാണിച്ചു തന്നില്ലേ? ഇനി അടിച്ചോ? നിക്കേ ഇല്ലേ? ഇതാ ഇടയിൽ കൂടി നോക്ക്. അത് അപ്പുറം അടിക്കാൻ. എവിടെ കൂടിയെങ്കിലും അടിച്ചോ. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് അടിച്ചോ. മീനെ അടിച്ചു വിട്ടാൽ മതി. ഓടിച്ചാ മര്യാദക്ക് അവിടെ നിന്നപ്പോ കണ്ടതാ. കൊണ്ട് കണ്ട. അങ്ങനെ ഒരു മീനിട്ട് അബദ്ധത്തിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. മീൻ അത്യാവശ്യം ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. 10 മീനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലടിച്ചപ്പോൾ ഒരു മീനിട്ട് കൊണ്ടിട്ടുണ്ട്. ഇല്ലേ? വലിച്ചെടുക്ക്. കാളി റോഷൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എടാ നീയൊക്കെ വിളിച്ചിട്ട് നഷ്ടം വന്നില്ല കേട്ടോ. ഇവന്മാരാണ് കേട്ടോ നമ്മളെ വിളിച്ചിവിടെ കൊണ്ടുവന്നത്. പേരെന്താ നിൻ്റെയൊക്കെ? കിച്ചു. കിച്ചു ആരുഷും കൂടി പറഞ്ഞത് കൊണ്ടിട്ട് കിട്ടിയ മീനാണിത്. അങ്ങനെ കിട്ടിയൊന്നുമില്ല, ഞാൻ അബദ്ധത്തിൽ കിട്ടിയത്. പക്ഷേ ഈ അടി കൊണ്ട് തന്നെ അവന് കുറ്റിയൊന്നും വരും. ആദ്യം അടി കൊള്ളിക്കണതല്ലേ ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞിട്ടല്ലേ അത് കഴിഞ്ഞിട്ടുള്ളത്. ഇവന്മാര് കൃത്യമായിട്ട് കാണാനുണ്ടല്ലോ അടിയടാ. കണ്ട് അത് കണ്ടായിരുന്നു. അമ്പ് മീനെടുത്തുനിന്ന് എന്തോ ഓടി. അത് ഞാൻ സമ്മതിച്ച്. അവൻ അടിച്ചത് എവിടെയാടാ? കൊറേ അകലല്ലേ മീൻ വെച്ചത്? ഓടിയില്ലേ മീനോടൊന്നും? ഓടി. അപ്പൊ അത് കറക്റ്റ് അടിയായിരുന്നു. എടാ പോവല്ലേ, ഞങ്ങൾക്ക് വഴിയറിയാൻ പാടില്ലടാ ഈ ദേശത്താ. ഇവര് ഇവിടെ പിന്നെ അടുത്ത സ്ഥലത്ത് മീനുണ്ടെന്നും പറഞ്ഞിട്ട് ഇവര് നമ്മളെ അടുത്ത സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകണേ. ഇവിടെ നിന്ന് കിട്ടിയത് റോഷൻ്റെ അതിസാമർഥ്യപരമായ ഉന്നമുള്ളത് കൊണ്ടിട്ട് വരണ്ടാണ് കിട്ടിയത്. മീനാണെങ്കിൽ ചവർ പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന തോക്ക് പിന്നെ ഉണ്ടല്ലോ, വെള്ളക്കൽ ബ്ലോക്സിൻ്റെ തോക്കാണ് കേട്ടോ. നല്ല കിടിലൻ തോക്കാണ്. അപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്, ഉന്നം വേണം നമുക്ക് നന്നായിട്ട്. അല്ല അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഉണ്ട്. അതുകൊണ്ടല്ല നമുക്ക് ഒരു മീൻ കിട്ടിയത്. 50 മീൻ നിന്നിട്ട് നമുക്ക് ഒരു മീനാണ് കിട്ടിയത് ഗൈസ്. അതെ.
നല്ല മീനുണ്ടായിരുന്നു മച്ചാന്മാരെ. ട്രെയിൻ വന്നപ്പോൾ ഓടിപ്പോയെന്നാണ് പറയണത്. ഇവന്മാരുണ്ടല്ലോ നമ്മളെ കുറേ സ്പോട്ടുകളായിട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഇത്രയും മീനുള്ള സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്തായാലും നല്ല രസമുണ്ട് സംഭവം. എവിടെയാടാ? ഓണാടാ. ഇവൻ്റെ പട്ടാളക്കാർ പോണ പോലെയാണ് റോഷൻ. ആ മുഖം ഇങ്ങോട്ട് നോക്കിയിട്ടൊന്നും പറ. മര്യാദ ഇങ്ങോട്ട് നോക്കിയിട്ട്. ആ എടാ വല്ലിപ്പം വെച്ചിട്ട് ഇവൻ പറഞ്ഞ ആനേനെ പോലെ ഇരിക്കണമെന്നാ പറഞ്ഞത്. മരമൊക്കെ വീണാ വീട്ടില്? എത്ര മരം വീണ? റോഡിലുള്ള സകല മരവും മറിഞ്ഞു വീണല്ലേ? കറണ്ട് ഉണ്ടാ? 3 ദിവസമായിട്ട് കറണ്ട് ഇല്ല. പോസ്റ്റെല്ലാം ഒടിഞ്ഞു വീണല്ലേ? നമ്മുടെ നോക്കിയാൽ മഴക്കാർ വന്നേക്കണ കണ്ടാ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ എഴുപുന്നയാണല്ല സ്ഥലം. എഴുപുന്നയിൽ നീണ്ടകര ഈ ഒരു ഏരിയയിലെ സകല മരങ്ങളും കുറേ പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞ് കിടക്കണേണ്. അത്യാവശ്യം കൊള്ളാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു കാറ്റ് നമ്മൾ കണ്ടിട്ടില്ല. ഒരു കീടിയിലും കൊടുങ്കാറ്റ് അങ്ങനെ അടിച്ചിട്ട് റോഡിലുണ്ടായിരുന്നതും പറമ്പിൽ നിന്ന് വെച്ച മരവും എല്ലാം കൂടി മറിഞ്ഞ് പല സ്ഥലത്ത് വീണ് പോസ്റ്റ് ഒടിഞ്ഞ് വീണ് 3 ദിവസമായിട്ട് കറണ്ട് ഇല്ല. ഇപ്പോൾ വേനൽ മഴയാണെങ്കിലും ഇപ്പോൾ ഒരു കാലവർഷം പിടിച്ച പ്രതീതിയാണ്. മിക്കവാറും ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നു കാലവർഷം അല്ലേടാ? മഴക്കാലം പിടിച്ചല്ലേ? മഴക്കാലം ഞായറാഴ്ച ഈ ഞായറാഴ്ച മലയാള മാസം ഇടവം. ഇടവഴിയിൽ വെള്ളം ഉണ്ടാവുന്ന അതൊക്കെ അറിയാവോ നിനക്ക്? എന്തിനൊക്കെ അടിച്ചു കിട്ടിയാ ഉണ്ടാ? അത് അരികിലായെന്ന് വെച്ചല്ലേ? ഒരു മീനെ റോഷനും പിള്ളേരും കൂടി അവിടെ ചെന്നിട്ട് അപ്പുറത്തെ കാട്ടിൽ കയറി അടിച്ചിട്ടുണ്ട് കേട്ടാ. കിട്ടിയെന്നാ പറയണത്. ആടാ അത് സൈസാണല്ലോടാ. അത് വേണ്ട, നീ അടിച്ചിട്ട് കൊണ്ടുവന്നാ മതി. കണ്ടില്ലേ? അത് മീനാണ്. പാടാണെന്ന് പറയണ. അതെന്താടാ നല്ല ഷാർപ്പ് അടിയായിരുന്നു കേട്ടാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ ശിഷ്യനായിട്ട് അംഗീകരിച്ച് മരത്തേലായി കയറിയത്. മരത്തേ പോയി കയറിയടാ. അത് കറക്റ്റ് അടിയായിരുന്നു കേട്ടോ. സ്പോട്ടിൽ അടിയായിരുന്നു അവൻ്റെ. ഡെഡായിപ്പോയല്ലേ? ഡെഡായാ? എന്നാലും അനങ്ങാൻ പറ്റാത്ത അടിയായിപ്പോയല്ലോ അവന്. നല്ല ലോങ് ഒന്നുമില്ല. 3 മീറ്റർ. കണ്ടുള്ളൂ. 3 മീനായിട്ടാ ഇപ്പൊ കിട്ടിയത്. നെക്സ്റ്റ് ടൈം കേട്ടോ നമ്മൾ തകർക്കും കേട്ടാ. അങ്ങനെ ഇവിടുത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ രാത്രിയായി. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് പവിൻകുട്ടൻ അവിടെ നിന്ന് ഒരു വലിയ വരാലിനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കണം. നല്ല വരുവാ വരികയാണെങ്കിൽ നമ്മൾ പിടിക്കുവാണ്. രാത്രി വീട്ടിൽ കയറി വന്നവനെ നോക്കിയേ. പവിൻകുട്ടൻ റോക്സ് രാത്രി. നല്ലതായിട്ടില്ലടാ. ഇത് കണ്ട സൈസ് കണ്ട. കൈ വെച്ചേട്ടാ പതിനൊന്ന് കണ്ടാ സൈസ് കണ്ട. രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാലുകളുടെ വരവാണ്. കൊളോക്കിൽ ഇവന് കയറി വന്നതാണ് കേട്ടോ. കാൽപാദം. ഇപ്പം അതിൻ്റെ കാലാണെങ്കിൽ ഭയങ്കര നീട്ടവാ. ഞങ്ങളുണ്ടല്ലോ ഇവിടെ മീൻ നോക്കി നടക്കണേണ്. ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്ത് കുറച്ച് വെള്ളം കെട്ടി കിടപ്പുണ്ട്. അതിനകത്ത് കുറേ മീനുകൾ വന്നിട്ടുണ്ട്. വാടാ പാവിനെ മുമ്പേ അടിക്കി വാ. നോക്ക് മീനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിക്കും. ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. അത് പോട്ടാ, ചെറുതല്ലേ. ഒരു ചെറിയ മീൻ അങ്ങനെ പോണുണ്ട്. അവനങ്ങനെ പോട്ടാ. ഇവിടെ അനങ്ങാണ്ട് നിൽക്കണ്ട. കാണാൻ പറ്റുന്നില്ല. എനിക്ക്
അത് തന്നെ കൊടുക്ക്. തലയാണ് ഇപ്പൊ സ്പോട്ട് ചെയ്തേക്കണം. ഇതല്ലേ ഞങ്ങളുണ്ടല്ല ഇതേ നോക്കി കൊറേ നേരമായി ഇവനെ പിടിക്കാനായിട്ട് നടക്കണത്. കിട്ടണ്ടോ ഇവനെ? വേണ്ട. ഞങ്ങളുടെ രണ്ടാമത്തെ ഒരാളാണ് കേട്ടോ. കറി വെക്കാനായി 2 പേരാല് വേണം പറഞ്ഞാൽ കറി വെക്കാനായിട്ട്. നോക്കിയാ കണ്ടോ കയറി വന്നാൽ പിന്നെ ഞങ്ങൾ പിടിക്കല. അല്ല വേറെ ചെറുതിനെയൊക്കെ കണ്ടായിരുന്നു. എടാ 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 നോക്കടാ. അയ്യോ പോയടാ പിടിയടാ. കളയല്ലേ ഇതൊക്കെ വേണം. ഞാൻ മീൻ പിടിക്കാനായിട്ട് എന്ത് വേണം? അല്ലാണ്ട് അതിനകത്ത് കയറി ചൂണ്ട നിന്റെ ചൂണ്ടയാ കണ്ടു അവിടെ ഇട്ടേക്കണത്. അടിച്ചു പറഞ്ഞതിനെ കൂടി ഞങ്ങള് നോക്ക്. ഇവിടെ ഇപ്പിട്ടായിരുന്നു ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുമ്പോ നിർത്തി പോണേ. പിന്നെ അടിക്കല്ലേ ചെയ്തത്. സംഭവം നല്ല നോക്കി. ഇത് കണ്ട എല്ലാം ഒരാലുവേ നല്ല സൈസ് വരാല്. ഇത് ഇത്രയും ദിവസം നാളെ നമ്മള് കണ്ടില്ലല്ലോ. ഇതിപ്പോ മാത്രം ഇവിടെ നിന്ന് ഇത് കണ്ട ഇത്ര തന്നെയല്ലേ നേരത്തേതും? പിന്നെ ഇല്ലില്ല ഇതിലും വലുതാണോ? എന്തോരുണ്ട്? ഇതിലും വലുതാ. നമുക്കിനി കുളക്കരയിലോട്ട് പോവാം. എവിടെ കിടക്കാൻ പറ്റുന്നത്? ഡ്രമ്മിലാ വെള്ളത്തിലിട്ടാ മുഴുവൻ. അപ്പൊ അത് ചാടിപ്പിക്കണേ. ചാടിപ്പോയില്ല. ഓ വേണ്ട മറ്റേ കയ്യെത്തിയല്ലോ. ഇവിടെ നേരെ ചെറുതൊക്കെ ഉണ്ടോ അതിനകത്ത്? ആദ്യത്തെ വരല്ലേട്ടാ. രണ്ടെണ്ണത്തിന് കിട്ടി. പിന്നെയും പിടിച്ച്. അമ്മച്ചി പിടിച്ച പോലത്തെ ചെറുതൊന്നും അല്ല ഇത്, വലുത്. നോക്ക്. പിന്നെ നമ്മള് പോയാ പിന്നെ പിടിക്കാണ്ടിരിക്കണ എങ്ങനെ? നോക്ക്. 2 സെയിമാണ് അല്ലടാ? സെയിമാണെന്ന്. അവൻ ആ ഓട്ട മത്സരത്തിൽ നിൽക്കണ പോലെ ഓടണത്. ഇല്ല ഇവൻ ഇച്ചിരി വലിപ്പം വ്യത്യാസം. ഇതിന്റെ തല വലുത്. ശരിക്കും നാടൻ വരാൽ തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നണില്ല. നമ്മൾ തന്നെ പിടിക്കാവുന്നതുകൊണ്ട് 2 കൊല്ലം നമ്മൾ പിടിച്ചിട്ടില്ല ഇവൻ. അതാണ് വൃത്തി കെട്ടവൻ. ഇവനെ പിടിക്കാം. നോക്ക് ഏതായാലും നീ നോക്ക്. വരാലെങ്ങനെ ഉണ്ടോ നോക്ക്. കുക്കി കാണിച്ചടാ പവിനെ. ഏതാങ്ങോട്ടേ. അയ്യോ ഇതാരാണ് ഈ വന്നേക്കണത്? വരാലിനെ കാണാൻ വേണ്ടിയിട്ട് ആരൊക്കെയാ വന്നേക്കണെന്ന് നോക്കിയാ. കുഞ്ഞിപ്പെണ്ണ് വരാലിനെ കാണാൻ വന്നേക്കണേണ. ഏതാങ്കൂട്ടന് ചെറിയൊരു അപകടം പറ്റിയിട്ടിരിക്കണ ഇരിപ്പാണ് കേട്ടോ. ഏതാങ്കൂട്ടൻ്റെ പള്ളയിൽ സൈക്കിളിൻ്റെ ഹാൻഡിൽ ഊതി കയറി മറിഞ്ഞു വീണ്. സൈക്കിളിൻ്റെ വയറിൻ്റെ തൊട്ട് താഴയിൽ ഹാൻഡിൽ ഊതി കയറി. ഇപ്പം റെസ്റ്റിലാണ് പുള്ളി. അതിൻ്റെ സങ്കടത്തിലാണ്. ഈ തോക്ക് ഇവിടെ ഇരിക്കട്ടെ. കുഞ്ഞിപ്പെണ്ണേ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ട. അതിനെ കൊണ്ട് കേട്ടോ നമുക്ക് രാത്രി പിടിക്കണേ. എല്ലാം കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ചേടാ ഇവള് ഇങ്ങോട്ട് വാ. പിന്നെ ഞങ്ങളിന്ന് മീൻ എടുത്തോ. ഇന്ന് നീ ഉറങ്ങിക്കോ, എനിക്കറിയാം വിഷയമില്ല. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് കേട്ടാ. വല്ലതും പറയണേ പറ. ഞാൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ എല്ലാം പറയണേ പറഞ്ഞോ. ഒന്നും പറയാനില്ല.